പൊതുവെ ഏപ്രിൽ മെയ് മാസങ്ങൾ ഔദ്യോഗികമായ വിദ്യാഭ്യാസ ചടങ്ങുകളൊന്നും നടക്കാതെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി അവധി നൽകുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളം തുടർന്നു വരുന്നത്. ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചുള്ള കുറേ ചർച്ചകൾ പണ്ട് മുതലേ ഉണ്ട്. ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ കരിക്കുലം ആദ്യമായി നിർമ്മിക്കുന്നത്. അവർ തന്നെയാണ് ഈ മധ്യവേനൽ അവധി എന്ന സംസ്കാരവും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് രാജ്യത്താണ് ജീവിക്കുന്നത്. തണുപ്പാണ് അവർക്ക് ശീലം. അപ്പോൾ കേരളത്തിലെ ഈ വേനൽ ചൂട് അവരെ സംബന്ധിച്ച് അസഹ്യമാണ്. ഉദ്യോഗസ്ഥന്മാർ പലരും മലമേഖലകളിലേക്കൊക്കെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ തന്നെ 2 മാസം താമസിക്കുകയും ചെയ്യൽ അന്ന് ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണരംഗത്തും പഠനരംഗത്തുമൊക്കെ പ്രയാസങ്ങൾ നേരിടും എന്നതുകൊണ്ട് അവർ നിർമ്മിച്ചെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മധ്യവേനൽ അവധി എന്ന് പറയുന്ന ഒരു സംസ്കാരം. അവർക്ക് കേരളത്തിൻ്റെ പലപ്പോഴും 35-40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്ന ചൂട് സഹിക്കാൻ കഴിയും. അപ്പോൾ അവർ വീട്ടിലിരിക്കും. നന്നായിട്ട് തണുപ്പുണ്ടാകുമ്പോൾ അവർക്ക് വെയിൽ കൊള്ളാനുള്ള ചില ഐഡിയകളും അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളി തീരണമെന്നുണ്ടെങ്കിൽ, ശരിക്കും ടെസ്റ്റുകളൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ 5 ദിവസം കഴിയണം. അങ്ങനത്തെ 3 മത്സരം നടക്കുമ്പോഴാണ് ഒരു ടീം വിജയിച്ചോ ഇല്ലെന്ന് തീരുമാനിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം നടത്താം. അതിൽ നാട്ടുകാർ മുഴുവൻ കൂടി കഴിഞ്ഞാൽ ഗവൺമെൻറ് തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കണം വലിയ വലിയ രാജ്യങ്ങളിലൊന്നും ഈ കളി അങ്ങനെ വ്യാപകമല്ലാത്തത്. ശരിക്കും 3ാം കിട പട്ടിണിപ്പാവങ്ങളുടെ നാട്ടിലാണിത് കൂടുതലുള്ളത്. ഇതിൽ മിടുമിടുക്കരൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യരേഖയുടെ വളരെ താഴെ നിൽക്കുന്നവരായിരിക്കും. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്ത്യ, അങ്ങനെ ഈ മേഖലക്കാരാണ് അതിൽ വലിയ ഉഷാറുണ്ടാവുക. ഞാൻ സൂചിപ്പിക്കുന്നത് അവരുടെ പ്രകൃതിക്കനുസരിച്ച് വിനോദങ്ങളെയും മറ്റും മാറ്റുന്ന ഒരു രീതിയെക്കുറിച്ച്. അങ്ങനെയാണ് മധ്യവേനൽ അവധി വരുന്നത്.